ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി വ്ളോഗാണ്. അപ്പോൾ എന്താണെന്നായിരിക്കും അല്ലേ? അതായത് നമ്മുടെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ, അതാണ് ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗിൽ ഞാൻ പറയുന്നത്. രാവിലെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ നേരം വെളുത്ത് എണീക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ്. വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. രാവിലെ ഒരുപാട് സമയമൊന്നും ആർക്കും ഉണ്ടാവില്ല രാവിലെ അല്ലേ. പ്രത്യേകിച്ചും രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ എല്ലാ കാര്യവും കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള ഓട്ടപ്പാച്ചിലാണെങ്കിൽ ഒരുപാട് സമയമൊന്നും സ്കിന്നിന് വേണ്ടി ചിലവാക്കാൻ നമുക്ക് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ രാവിലെ നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യേണ്ടത്. അത് മാത്രം ചെയ്താൽ മതി, നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലത്തെ സ്കിൻ കെയറിൽ പ്രധാനമായിട്ടും നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അതായത് CTM. CTM എത്ര നമ്മളെല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ, കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ആദ്യം നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ രാത്രിയിലെ സ്കിൻ കെയർ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്രീംസും അതുപോലെ ഓയിൽസൊക്കെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം രാവിലെ എണീക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ക്ലെൻസിങ്. രണ്ടാമത്തെ, നമ്മൾ ക്ലീൻ ചെയ്ത സ്കിൻ നമുക്കൊന്ന് ടോൺ ചെയ്തെടുക്കണം. നമ്മളൊന്ന് ടോൺ ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറും അതുപോലെ വേറെ എന്തെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡറൊക്കെ ഇടുവാണെങ്കിൽ അതെല്ലാം നമ്മുടെ മുഖത്തിന് നല്ല എഫക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ മുഖത്തെ എടുത്തറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കിന്നിനൊന്ന് ടോൺ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ടോണിങ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. ടോൺ ചെയ്ത ശേഷം നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാം. കാരണം നമ്മൾ നന്നായിട്ട് സോപ്പിട്ടും അതിന് ഫേസ് വാഷ് ഒക്കെ എടുക്കുക നമ്മുടെ സ്കിൻ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടും ഉള്ള ആ ഒരു മോയ്സ്ചറൈസേഷൻ ഉണ്ട്, ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാവും. അത് ഓരോ പ്രാവശ്യവും നമ്മൾ മുഖം കഴുകുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ അത് നമ്മൾ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസേഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ രാവിലെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും പൗഡറോ, എന്തെങ്കിലും കോമ്പാക്ട് പൗഡറോ, ഒരു ഐലൈനറോ, ഒരു പൊട്ടക്കത്തോട്ടോ അത് മതി. പിന്നെ ഒരു പൊരിക്കൊക്കെ ഒന്ന് എഴുതുക, അത് തന്നെ ധാരാളം. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ മറക്കാതെ ചെയ്യുക. അതായത് CTM, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്, അതും 100% റിലയബിളുമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ക്ലെൻസിങ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക. പലരും ചിലർ സോപ്പ് വെച്ചായിരിക്കാം ക്ലീൻ ചെയ്യുന്ന, ബേബി സോപ്പ് വെച്ച് ക്ലീൻ ചെയ്യുന്നവരുണ്ടാവാം. അത് നല്ലത് തന്നെയാണ്. എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ റെൻസ ഫേസ് വാഷ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മുഖത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല പതയുള്ള ഫേസ് വാഷ് ഒരു കുറച്ചെടുത്താൽ മതി, ഭയങ്കരമായിട്ട് പത വരും. അത് നന്നായിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസിങ് ആണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ റെൻസയുടെ ഫേസ് വാഷാണ്. മുഖം ക്ലീൻ ചെയ്ത ശേഷം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോണിങ് ആണ്. നമ്മുടെ മുഖം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിനൊന്ന് ടോൺ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോസ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഡാബറിൻ്റെ റോസ് വാട്ടറാണ് കേട്ടോ. ഞാൻ ചെറിയ ബോട്ടിലാണ് വാങ്ങിക്കുന്നത്. കാരണം ഇത് നമുക്ക് എളുപ്പമോ പിടിച്ച് ഇത്രേ ഉള്ളൂ, കണ്ടോ, എൻ്റെ കൈക്ക് ഒതുങ്ങണ അത്രയേ ഉള്ളൂ. അത്രയും ചെറുതാണ്. ഇത് പല അളവിലും കിട്ടും കേട്ടോ. ഞാൻ ചെറുതാണ് വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഡാബറിൻ്റെ റോസ് വാട്ടർ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഒരു ഡ്രോപ്പ് എടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. മൂന്നാമത്തത് നമ്മുടെ രാവിലത്തെ സ്കിൻ കെയർ റൂട്ടീനിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് ഏത്, നമ്മുടെ മോയ്സ്ചറൈസർ. അതാണ് AC മിസ്റ്റ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മോയ്സ്ചറൈസർ. 3ഉം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ റെൻസയും അതുപോലെ നമ്മുടെ ഡാബറിൻ്റെ റോസ് വാട്ടറും പിന്നെ ഈ മോയ്സ്ചറൈസറും സൂപ്പർ എഫക്റ്റാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. നല്ലൊരു ഫേസ് വാഷും നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു ടോണറുമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 3 എണ്ണം. അപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, മെഡിക്കൽ ഷോപ്പുകളിൽ ഇത് കിട്ടുന്നത് കേട്ടോ. ഈ 3 മെഡിക്കൽ ഷോപ്പ് എല്ലാ സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും നന്നായിട്ട് ചേർന്ന് പോകുന്ന മോയ്സ്ചറൈസറും ഫേസ് വാഷൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ ഇത് പേര് പറഞ്ഞു കൊടുത്താൽ നമുക്ക് വരുത്തിച്ച് തരും. അപ്പോൾ നമുക്ക് എന്താ കടന്നാൽ രാവിലത്തെ സ്കിൻ കെയറിലേക്ക്. അപ്പോൾ ഇപ്പം എൻ്റെ മുഖത്തിപ്പോൾ ഇതാ രാവിലെ എണീറ്റ ശേഷം രാവിലെ ഒരു 7 മണിയായി. ഇപ്പോൾ കണ്ടോ എൻ്റെ മുഖത്ത് ഒരു ഇന്നലെ രാത്രി ഞാൻ ഇട്ടതിൻ്റെ കുറച്ച്
ഓയിലും അതുപോലെ ഞാൻ രാത്രി സ്കിൻ കെയർ കാണിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ കുറേ വ്യൂവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ഇല്ലേ. അപ്പോൾ ആ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈറ്റമിൻ സിയും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ടാണ് ചെറിയ പൊട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പണി ഫേസ് വാഷ്. അപ്പം നമുക്ക് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. കാരണം എനിക്ക് ഇവിടെ നിന്ന് എത്ര ബേസിനെ കഴുകിയാലും ഇവിടെ എല്ലാം വെള്ളമാവും. അപ്പം ഞാൻ ഈ വാഷ് ബേസിനെ പോയിട്ട് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് റെൻസേരി, അതായത് ഇങ്ങനെ നമുക്ക് അടപ്പ് തുറന്നെടുക്കാം. ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. എന്ന് വെച്ചാൽ പങ്കോട് പതഞ്ഞ് വരും. അപ്പോൾ അത് ഇതിൻ്റെ ടെക്സ്ചർ ഇതാണ് കേട്ടോ. അതാ കാണിച്ചു തരാം. ഇതുണ്ടോ ഇതുണ്ടോ ഇങ്ങനത്തെ ഈ ടൈപ്പാണ്, പതഞ്ഞു വരുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ചെന്നിട്ട് നന്നായിട്ട് എൻ്റെ മുഖം നല്ല രീതിയിൽ നന്നായിട്ട് വെച്ച് കഴുകിയിട്ട് ഇത്രയും മതി കേട്ടോ. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പതഞ്ഞ് വരും. നന്നായിട്ട് കഴുകുക. മുഖം കഴുകിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഷോർട്ട് ബ്രേക്ക്, ഒരു മിനിറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു. ഞാൻ തുടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ടിഷ്യൂ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിയുമ്പോഴേ ഇങ്ങനെ വലിച്ചങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒന്നും ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തു ഉണ്ടോ. ഇനി അടുത്ത പരിപാടി എന്താണ്? ഇപ്പോൾ ക്ലെൻസിങ്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്ലെൻസിങ് നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ടോൺ ചെയ്യാൻ പോകും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മൾ ഡാബറിൻ്റെ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അതിനൊരു 2 3 തുള്ളി അത് മതി. ഇതൊക്കെ കുറേ നാളത്തേക്ക് നിൽക്കുന്നതാണ്. ഈ ഡാബർ റോസ് വാട്ടർ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ 2 കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടേ എന്തൊരു നല്ല മണമെന്നറിയാം. പ്രത്യേകിച്ചും രാവിലെകളിലൊക്കെ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് ഇത് നമ്മൾ 2 കയ്യിലായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഒരു 3 ഡ്രോപ്പ് നമ്മുടെ കൈ നന്നായി റബ്ബ് ചെയ്തിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ കണ്ണുകളിലും എല്ലാം ഇങ്ങനെ ചെയ്തേക്കും. ഒരു 2 മിനിറ്റ് സമയം കൊടുക്കണം കേട്ടോ. കാരണം ഇതൊന്നിങ്ങനെ വലിഞ്ഞ് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് ഒന്ന് പിടിക്കണമല്ലോ. 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ, ഇത് ഭയങ്കര പ്രധാനമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തീരെ പിശിക്കാതെ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം ഇപ്പം ഞാനുൾപ്പെടെ കുറച്ച് അങ്ങനെ ചെയ്യരുത് കേട്ടോ. മാക്സിമം നമ്മൾ അധികം നമ്മൾ എടുക്കണം മോയ്സ്ചറൈസർ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു, കുറച്ചൊക്കെ എടുത്ത് തേക്കുമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. നമ്മൾ വേറെ ഏത് ക്രീമും ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോകണം, നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങിച്ചു, അതൊക്കെ നമ്മൾ ഇത്തിരി ഒപ്പിച്ചൊക്കെ തേച്ചാലും അത് മതി. നമുക്ക് അത്രയും ഭയങ്കര അങ്ങോട്ട് ഫൗണ്ടേഷൻ അങ്ങോട്ട് കോതിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മോയ്സ്ചറൈസർ അങ്ങനെയല്ല. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഓരോ പ്രാവശ്യം മുഖം കഴുകി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തൊരു ഈർപ്പമുണ്ട്, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ ഫൈൻ ലൈൻസ്, അത് റിങ്കിൾസ് ഒക്കെ മാക്സിമം ഒരുപാട് കുറയ്ക്കാണ്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഒരു കാരണവശാലും മോയ്സ്ചറൈസർ നമ്മൾ ഒരു പിശുക്കും കാണിക്കുകയും ചെയ്തു. ആദ്യം ഞാൻ അങ്ങനെ ഇരുന്നു, പിന്നെ മനസ്സിലായപ്പം ഇപ്പോൾ പിശുക്കേ ഇല്ല കേട്ടോ. മോയ്സ്ചറൈസർ AC മിസ്റ്റ് ആണ്, ഇതാണ് അതിൻ്റെ പേര്. നന്നായിട്ട് എടുക്കുക കണ്ടോ. ഇത് ഞാൻ കുറച്ചധികം എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖം കഴുകിൻ്റെയും ഈർപ്പമൊക്കെ മാറി. അതുപോലെ തന്നെ നമ്മുടെ ഡാബറിൻ്റെ ഇതുണ്ടല്ലോ റോസ് വാട്ടറിൻ്റെ ആ ഈർപ്പം എല്ലാം പോയി, നല്ല ഡ്രൈ ആയി സ്കിന്ന്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞൊരു മോയ്സ്ചറൈസറിന് കറക്റ്റായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന കറക്റ്റായിട്ട് നിൽക്കും നമ്മുടെ സ്കിന്ന്. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ. ഇപ്പം രാവിലെ എല്ലാവർക്കും രാവിലെ നല്ല ധൃതിയുള്ള സമയത്ത് ഇതുപോലെ ഇരുന്നിങ്ങനെയല്ലല്ലോ തേക്കുന്നത്. നമ്മളിത് എടുക്കുന്നു, നമ്മൾ മുഖമൊക്കെ കഴുകി 1 മിനിറ്റ് ടോണർ, അതായത് നമ്മുടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് 2 മിനിറ്റ് ഇതാ കൂടെ തേക്കുകയാണ്. ഇതിപ്പം ഞാനിപ്പം എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. രാവിലെ നമുക്കിങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള സമയമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. അതാ നമ്മുടെ കഴുത്തിലേക്കും
ഒക്കെ ഒന്ന് തേച്ചേക്കുക. കഴുത്ത് എപ്പോഴും ഞാൻ പറഞ്ഞ മുകളിലേക്ക് ഇങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. നന്നായിട്ട് തേക്കുക കേട്ടോ മോയ്സ്ചറൈസർ. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ എത്ര നന്നായിട്ട് തേച്ചാലും ഉണ്ടല്ലോ കുറേ നാളത്തേക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലതായിട്ട് തേച്ചതിൽ 1.5 മാസം സുഖമായിട്ട് നിൽക്കും കേട്ടോ. ഇതാണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും അത്യാവശ്യം. കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ ഈ ഒരു ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഇത് നമ്മുടെ മോതിര വിരലാണിത്. ഈ മോതിര വിരൽ കൊണ്ട് മാത്രമേ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതൊരു നല്ല കറക്റ്റായ സ്കിൻ മസാജിങ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ. ഇത് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അതേപോലെ തന്നെ മുകളിലേക്ക് കണ്ടല്ലോ. ബാക്കി നീ കളയേണ്ട നേരെ കയ്യിലേക്ക് തന്നെ തേച്ചോളൂ കേട്ടോ. അതാണ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. മോയ്സ്ചറൈസറാണല്ലോ, അപ്പോൾ കഴുത്തിനും അതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഭാഗം എല്ലാം തേക്കുക. ഇപ്പം ആദ്യം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ എടുത്തപ്പോൾ ഒരുപാട് എല്ലാമായി തോന്നിയിനി. ഇപ്പം നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് അത് വലിഞ്ഞ് അങ്ങോട്ട് കയറുകയാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ നേരം വെളുത്ത് നമ്മൾ എണീക്കുമ്പോൾ ആദ്യത്തെ മോർണിംഗ് സ്കിൻ കെയർ. നമ്മൾ എന്താണെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വന്നിട്ട് എന്താ ചെയ്യുക, മുഖവും നന്നായിട്ട് കഴുകും അല്ലേ. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേനും നമ്മളിത് എളുപ്പമാണ്. ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ മുഖം കഴുകണം വാഷ് ബേസിന് വന്നിട്ട്. അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു റെൻസേയുടെ ഫേസ് വാഷ് എടുക്കുക. നന്നായിട്ട് നല്ല പതഞ്ഞ് വരിക, അത് കഴുകി കളയുക. അതൊന്ന് നമ്മുടെ ടർക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടിഷ്യൂ ചൊപ്പി കഴിഞ്ഞ ശേഷം നമ്മുടെ ഡാബറിൻ്റെ റോസ് വാട്ടർ എടുക്കുക. അത് 3 ഡ്രോപ്പ് കൈ നന്നായിട്ട് ആക്കുക. അതിങ്ങനെ കൈ നന്നായിട്ട് ഇങ്ങനെ അമർത്തി വയ്ക്കുക നമ്മുടെ മുഖത്ത്. അത് 2 മിനിറ്റ് ഉണങ്ങി കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ നല്ല രീതിയിൽ എടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതൊരു AC മിസ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ഒരു തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഫേസിലിടുമ്പോൾ നമുക്കൊരു ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അത് അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ്, ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ശരിക്കും സ്കിന്നിന് നല്ല അടിപൊളി മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണിത്. നമ്മുടെ AC മിസ്റ്റ്. അതുപോലെ തന്നെ ഈ 3 ഐറ്റവും ഒന്നിനൊന്ന് എക്സലൻ്റ് ആണ്. അത് എത്ര യൂസ് ചെയ്ത് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് സാധാ കടകളിൽ കിട്ടില്ല, ഇത് മെഡിക്കൽ ഷോപ്പിലെല്ലാം മെഡിക്കേറ്റഡ് ആണ് കേട്ടോ. ഞാൻ അല്ലാത്തത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പം മറക്കരുത് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ CTM എന്നുള്ള മെത്തേഡ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിൻ എന്നും നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പം മറക്കണ്ട, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് 3 എണ്ണം. ആ 3 എണ്ണത്തിൽ അടിപൊളിയുടെ ക്രീംസാണ്. ക്ലെൻസിങ്ങിന് നമ്മുടെ റെൻസ, നമ്മുടെ ടോണിങ്ങിന് ഡാബറിൻ്റെ റോസ് വാട്ടർ, അടിപൊളി റോസ് വാട്ടറാണ്. അതേപോലെ മോയ്സ്ചറൈസിങ്ങിന് AC മിസ്റ്റ്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഇപ്പം തൊട്ടാണ്ടല്ലോ, തൊടാൻ പറ്റില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ. മോയ്സ്ചറൈസർ കുറച്ചായിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ കൈ വെച്ചാൽ അങ്ങനെ വിഴുകി പോകും. അത്രയും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടായിരിക്കുന്നത്. ഇനി ഒരു 5-6 മിനിറ്റ് ഇത് അങ്ങോട്ട് നന്നായിട്ട് വലിഞ്ഞ് നമ്മുടെ സ്കിന്നിലേക്ക് യൂസ്ഡ് ആവും. പിന്നെ നമുക്ക് നമ്മുടെ കാര്യം രാവിലത്തെ ഓട്ടപ്പാച്ചിൽ അറിയാമല്ലോ, വീട്ടിൽ എല്ലാവർക്കും തിരക്കുള്ള സമയമല്ലേ. അതൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ എടുക്കുക. കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ അത്രയും നല്ലത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അതല്ല വേറെ ഏതെങ്കിലും പൗഡർ ആണെങ്കിൽ ആ പൗഡർ മുഖത്തേക്ക് ഇടുക. ഒരു ഐലൈനർ കൺവെൻഷൻ ഒക്കെ എഴുതുക. ഐബ്രോസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. ഒരു പൊട്ടും തൊട്ട റെഡി. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതണം കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു 3 കാര്യമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ട, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു 25 ഇയേഴ്സ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിൻ എന്നും നല്ല രീതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു, അതേപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതണം കേട്ടോ. ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത്. ഈ പ്രോഡക്റ്റിൻ്റെയും പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.